അതായത് എംആറിലൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ ആ പ്രശ്നം ഭാഗത്ത് ഈ വ്യക്തിക്ക് മറ്റ് ബിസിനസ് നടത്താം. പക്ഷേ ഈ പറയുന്ന ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെയാണ് രീതിയിൽ കലക്ട് ചെയ്യുന്നപ്പോൾ എല്ലാം നിയമപരമായി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നിയമപരമായി നേരിടും. നിയമപരമായി വിഷയങ്ങളെ നേരിടും. ഞാൻ ഇതിൻ്റെ ഭാഗമായി ഓരോ കാര്യത്തിനെയും പറയുന്നില്ല. നിയമപരമായ വിഷയങ്ങൾ നേരിടും. താങ്കൾ ടൂറിസം മന്ത്രിയായിരിക്കുന്നു, വഴിവിട്ട കൊടുക്കുന്നു എന്നാണ് താങ്കളുടെ സുഹൃത്തുക്കളെ അതൊക്കെ പരിശോധിച്ചോട്ടെ, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആർക്കും അവിടെ പേടി? എന്ത് വേണം അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഈ ബിബീഷ് അങ്ങനെ പി നിഖില് ഫൈജാസ് എന്നൊക്കെയുള്ള പേരുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ആയിട്ട് വീണയ്ക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ടോ? ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സുഹൃത്താണ്, കുടുംബ സുഹൃത്താണ്. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, നല്ല നിലയിലാണ് അവരായിട്ട് മുന്നോട്ട് പോകുന്നത്. ബിസിനസ് പാർട്ട്ണർഷിപ്പുകളും ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞു വിടാൻ വിട്ടിട്ടുണ്ടോ പറഞ്ഞേക്ക്. അത് കൃത്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള സ്ഥാപനം ഏതാന്നൊക്കെ പറഞ്ഞല്ലോ, സ്ഥാപനം ഏത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് അന്വേഷിച്ച് ഇ ഡി എന്ന് പുറത്തു വരുന്നത് ഇ ഡിയുടെ ആര് നിങ്ങളോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ പറയേണ്ടത് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഓരോന്നിനും നിയമപരമായി കൈകാര്യം ചെയ്തോട്ടെ, അന്വേഷിച്ചോട്ടെ എന്ന്. ഏത് നിലയിൽ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. ഒരു നിയമപരമായി നേരിടാൻ തീരുമാനിച്ച ഒരു വിഷയത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. നിയമപരം ഏത് അന്വേഷണമാണ് നടക്കുന്നത്. ഒന്നും ഭയക്കാനില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇ ഡിയെക്കുറിച്ച് പൊതുവേ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് പറയാനും ഒക്കെ മടിയുണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ഇ ഡി കേസുകളുടെ എണ്ണം, ഇ ഡി കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, ഇ ഡി കേസുകൾ ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട പല ഗൗരവമുള്ള കേസുകൾ അന്വേഷിക്കാത്ത പ്രശ്നം, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും പലർക്കും ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചത്. നിയമപരമായി നേരിടും. മറ്റ് ഈ 1, 2, 3, 4 ചോദ്യത്തിന് ഞാൻ പറഞ്ഞു. പിന്നെ അത് ക്ലിയർ ചെയ്തല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, മാന്യമായി നിയമപരമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, അത് മന്ത്രിയായപ്പോഴോ എം എൽ എ ആയപ്പോഴുള്ള ബന്ധമല്ല, കോളേജ് കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളുള്ളവർ, അവരെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്ത് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതി ഉണ്ടാവുന്നു. അത് നമ്മളെയൊക്കെ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും 1, 2 വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട്, എൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഞാൻ തുടരും. ആ പൊളിറ്റിക്സ് തുടരുന്നതിൻ്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇത്തരം കാര്യങ്ങൾ വന്നാലും കൂറുമാറി ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന പോലെ പോവില്ല. തല അറക്കുന്നത് വരെ ഈ പാർട്ടിക്കകത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും. ഈ 9 റെയ്ഡ് നടത്തപ്പെടും, തിരുവനന്തപുരത്തുണ്ടായ പോലെ വലിയ പ്രതിഷേധ എതിർപ്പൊന്നും കണ്ടില്ല. അത് നടക്കട്ടെ എന്നുള്ള നിലയിലായിരുന്നു. അല്ല, ഇന്നലെ അത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ വ്യക്തമാക്കി. നല്ല ഗംഭീര പ്രതിഷേധ പ്രകടനം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് വേണം മാറിക്കോട്ടെ. അതിലൊന്നും പേടിച്ചു പോകുന്ന ആളുകളില്ല നമ്മൾ. എങ്ങോട്ട് വേണം ഫോക്കസ് മാറിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഒന്നും ഭയക്കാനില്ല, ഒരു കാര്യവും ഭയക്കാനില്ല. നിയമപരമായി നേരിടേണ്ട നിയമപരമായി നേരിടും. രാഷ്ട്രീയമായ നിലപാടുകൾ പറഞ്ഞു പോകും.